വനിതാ സംവരണ ബില്ലിനെതിരെ ഒന്നായി ഇന്ത്യ സഖ്യം. ബില്ലിനെ എതിർക്കാൻ പ്രതിപക്ഷം. വനിതാ സംവരണം ഉപാധികളില്ലാതെ വന്നാൽ അനുകൂലിക്കുമെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കി. ഇത് വൻ ചതിക്കുഴിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഓരോ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോഴും ആ ബില്ലിന് ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. അത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവർക്ക് ഭൂരിപക്ഷം നേടാനുള്ള അജണ്ട. നമ്മുടെ 12 കൊല്ലവും കാണാത്ത രീതിയിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു ബില്ലാണ് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല്. Unitedly we have decided we will oppose this bill, but I want to tell you we are not against the reservation. നിലവിലുള്ള വനിതാ സംവരണ ബില്ലിൽ പാസ്സാക്കിയ ബില്ല്, ആ ബില്ലിനോട് ഉള്ള കണ്ടീഷണാലിറ്റീസ്, അത് സെൻസസ് ആയിരുന്നാലും ഡീലിമിറ്റേഷൻ ആയിരുന്നാലും അതിനെ മാറ്റിക്കൊണ്ട് നിലവിലുള്ള സംഖ്യ നമ്മുടെ പാർലമെൻറ്റിൻ്റെ എണ്ണത്തിൽ 1/3 കൊടുക്കാൻ എല്ലാ വൈഎസ് അഭിനന്ദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. വൈഎസ് അഭിനന്ദ്, വനിതാ പ്രാതിനിധ്യത്തെ എതിർക്കുന്ന പിന്തിരിപ്പന്മാരെന്ന ആഖ്യാനത്തെ ചെറുക്കാൻ ഉള്ള രാഷ്ട്രീയ തീരുമാനം ഇന്ത്യ സഖ്യം കൈക്കൊണ്ടിരിക്കുന്നു. മാധു, ഇന്ത്യ സഖ്യം അത് ഒറ്റക്കെട്ടായി കൈക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ ആ യോഗത്തിന് ശേഷം ഒരുമിച്ച് കൈ പിടിച്ച് പുറത്തേക്ക് വന്ന് കാണുമ്പോൾ തന്നെ അറിയാം, കുറെ നാളുകൾക്ക് ശേഷമാണ് അത്തരത്തിലേക്ക് ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു ബില്ലിനെതിരെ പോരാടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനിതാ സംവരണത്തിൽ ഒരിക്കലും എതിരല്ല. വനിതാ സംവരണം നടപ്പിലാക്കണമെന്നത് UPA സർക്കാരിന്റെ അജണ്ടയായിരുന്നു. 2023 പാർലമെന്റിൽ പാസ്സാക്കിയ ആ ബില്ല് അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള എതിർപ്പും തങ്ങൾ പ്രകടിപ്പിക്കുകയില്ല. പക്ഷേ ഭേദഗതി കൊണ്ടുവന്ന് ബില്ല് അവതരിപ്പിച്ച ഒരു ദുഷ്ടലാക്കാണ് BJPയുടെ കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. 543 സീറ്റുകൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ആ വനിതാ സംവരണം പാസ്സാക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധവും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ. ഓരോരുത്തരും നമ്മളോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല, 850 സീറ്റുകളായി വർദ്ധിപ്പിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം സീറ്റുകൾ കൂട്ടുന്നു. സ്വാഭാവികമായിട്ടും അത് BJPക്ക് മേൽക്കൈ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം അത് BJP തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിനെതിരെയാണ് ശക്തമായി പോരാടാനുള്ള തീരുമാനം അത് ഒറ്റക്കെട്ടായി എടുക്കുന്നതെന്നാണ് നിലവിൽ പ്രതിപക്ഷങ്ങൾ പറഞ്ഞതുപോലെ ഏറെക്കാലത്തിന് ശേഷമാണ് ഇന്ത്യ മുന്നണി ഒരൊറ്റക്കെട്ടായി ഒരു തീരുമാനത്തിലേക്ക്, രാഷ്ട്രീയ തീരുമാനത്തിലേക്ക്, ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നത്.